3 സ്ഥലങ്ങളിൽ മാത്രമാണ്. അത് ഒരു കാര്യം ഇവിടെ എന്താണ്? പുരുഷാരം മാനവരാശി ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി ചിതറിക്കിടക്കുന്നത് കണ്ടപ്പോൾ, നമ്മുടെ രാജ്യത്തിലെ ആളുകളുടെ ആ അവസ്ഥ കണ്ടപ്പോൾ നമ്മുടെ കർത്താവിന്റെ കണ്ണുകൾ കലങ്ങി. അവൻ കരഞ്ഞു, അവൻ മനസ്സലിഞ്ഞു, പുരുഷാരത്തെ കണ്ടു. എന്താ? ഇടയനില്ലാത്ത ആട്. നിങ്ങൾക്കറിയാം, ആട് എന്ന ജീവി ഒരു ദുർബല ജീവിയാണ്. മനുഷ്യവർഗത്തെ ദൈവം ആടിനോട് എന്തുകൊണ്ട് സാമ്യപ്പെടുത്തി? ആനയോടോ മാനിനോടോ മയിലിനോടോ പുലിയോടോ സിംഹത്തോടോ കടുവയോടോ ഒക്കെ സാമ്യപ്പെടുത്താതെ എന്തുകൊണ്ട് ആടിനോട് സാമ്യപ്പെടുത്തി? ഒരുപാട് പഠിക്കുവാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ആട് എന്ന് പറയുന്നതിന് ഒരു യജമാനന് ആവശ്യമാണ്. സ്വയപര്യാപ്തതയിൽ ജീവിപ്പാൻ കഴിയാത്ത ഒരു ദുർബല ജീവിയാണ് ആട്. ആടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർക്കും ഇടയൻ, ഇടയൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർക്കും ആട്. വേദപുസ്തകം ദൈവത്തെയും മനുഷ്യനെയും വെളിപ്പെടുത്തുന്ന ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന മഹനീയമായ സത്യമാണ്, ചിത്രമാണ് ആടും ഇടയനും ഇടയന്റെ ആടുകളും. ഇപ്പോൾ ഇടയനെ വിട്ടുപോയ ആടിന്റെ സ്ഥിതി അപകടകരമാണ്. എപ്പോഴും എവിടെ വെച്ചും എന്തും സംഭവിക്കാം എന്നുള്ള ഒരു ദുസ്ഥിതിയിലാണ് ഇടയനില്ലാത്ത ആടിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. കൂട്ടം വിട്ടുപോയ ആട്, ഇടയനില്ലാത്ത ആട്. ഇന്ന് രാത്രികാലം എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കുന്നു? ദൈവത്തെ കൂടാതെ മനുഷ്യന് ജീവിപ്പാൻ കഴിയുമോ? മനുഷ്യന് ദൈവത്തെ പിരിഞ്ഞ് ജീവിപ്പാൻ കഴിയുകയില്ല. വേദപുസ്തകം ശക്തമായിട്ട് വ്യക്തമാക്കുന്ന ഒരു സത്യം കേട്ടുകൊള്ളുക. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രികാലം ഞാൻ ഈ ദേശത്തിലുള്ള ആളുകളോട് പറയുന്നു, ഈ നാട്ടിലുള്ള ആളുകൾ, നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ നിങ്ങൾ ഇത് കേട്ടുകൊള്ളുക. എന്താണ് നിങ്ങൾ കേൾക്കാനുള്ളത്? ദൈവത്തെ പിരിഞ്ഞ് നിങ്ങൾക്ക് ജീവിപ്പാൻ കഴിയുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവമില്ലാത്ത മനുഷ്യനാണ് ഇന്നത്തെ പ്രശ്നമെന്ന് പറയുന്നത്. നമുക്കറിയാം, രാജ്യം നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. രാഷ്ട്രീയക്കാർ പറഞ്ഞാൽ രാഷ്ട്രീയമായത് പറയും, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാൽ ശാസ്ത്രീയമായത് പറയും, സാമൂഹിക നേതാക്കന്മാർ പറഞ്ഞാൽ അത് സംബന്ധമായും സമുദായത്തെ സംബന്ധിച്ചും പറയും, സാമ്പത്തിക വിദഗ്ധന്മാർ പറഞ്ഞാൽ സമ്പത്തിനെ കുറിച്ച് പറയും, കലാതാരങ്ങൾ പറഞ്ഞാൽ അവർക്ക് കലാമണ്ഡലത്തെ കുറിച്ച് പറയുവാനുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഈ പ്രദേശത്തുള്ള ആളുകളോട് ഒരു സത്യം പറയട്ടെ. നമ്മുടെ നാട് ഉൾപ്പെടെ ഈ രാജ്യം നേരിടുന്ന അടിസ്ഥാന പ്രശ്നം എന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ രാജ്യം നേരിടുന്ന അടിസ്ഥാന പ്രശ്നം എന്താണ്? ചില ആളുകൾ പറയുന്നത് മനുഷ്യന് വിദ്യാഭ്യാസമില്ല, അതാണ് രാജ്യം നേരിടുന്ന പ്രശ്നം. അത് ചുമ്മാതെയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യം വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നിന്ന് വളർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ചും നമ്മുടെ കേരളം എന്ന് പറയുന്നത് ആ വിഷയത്തിൽ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും വളരെ അഭിമാനം കൊള്ളുന്ന വിധത്തിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനമാണ്. അല്ല, മനുഷ്യൻ നേരിടുന്ന പ്രശ്നം എന്താണ്? ഉടുതുണിയാണോ, ഊണരിയാണോ, പാർപ്പിടമാണോ, ശാസ്ത്രമാണോ? ഒന്നുമല്ല. മനുഷ്യന് അതെല്ലാം ഉണ്ട്. തുണിയുണ്ട്, പണിയുണ്ട്, കൂലിയുണ്ട്. മനുഷ്യന് വിദ്യാഭ്യാസമുണ്ട്, ശാസ്ത്രമുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ഇന്റർനെറ്റുണ്ട്, ജീവിപ്പാൻ ചുറ്റുപാടുകളുണ്ട്, അന്തി ഉറങ്ങുവാൻ എല്ലാവർക്കും പരിമിതികളിലുള്ള ഓരോ മാളങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, പിന്നെ എന്താണ് മനുഷ്യവർക്കും നേരിടുന്ന അതിഗഹനമായ ഭീകരമായ അവന്റെ പ്രശ്നമെന്ന് പറയുന്നത്? കേട്ടുകൊള്ളുക. മനുഷ്യൻ നേരിടുന്ന, അല്ല, നമ്മുടെ രാജ്യം നേരിടുന്ന, ഈ ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ദൈവമില്ല എന്നുള്ളതാണ്. മനുഷ്യന് ദൈവമില്ല എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും, അത് ചുമ്മാതെയല്ലേ ഉപദേശം നിങ്ങൾ പറയുന്നത്? നമ്മുടെ രാജ്യത്തിൽ എത്ര അമ്പലങ്ങൾ, നമ്മുടെ രാജ്യത്തിൽ എത്ര പള്ളികൾ, നമ്മുടെ രാജ്യത്തിൽ എത്ര മോസ്കുകൾ. നിങ്ങൾക്കറിയാമോ? ആശുപത്രികളും സ്ഥാപനങ്ങളും കിളിർക്കുന്നത് പോലെ, പെരുകുന്നത് പോലെ അതിലധികമായിട്ടാണ് ആരാധനാലയങ്ങൾ ഈ രാജ്യത്തിൽ ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാധനാലയങ്ങൾ പെരുകുന്നതോടൊപ്പം ഭക്തന്മാരുടെ പെരുക്കം ക്രമാതീതമായിട്ടാണ് വർദ്ധിക്കുന്നത്. കഴിഞ്ഞ ഏത് കാലങ്ങളെക്കാളും ഈശ്വരവിശ്വാസികളുടെ പെരുപ്പം ഈ നാളുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും.
ഇത് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക. മനുഷ്യന് ദൈവമില്ല എന്ന് ഞാൻ പറയുമ്പോൾ മനുഷ്യന് ദൈവമുണ്ട് എന്ന് ഭാഗികമായി തോന്നുന്ന കുറെ ലക്ഷണങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും. അതിലാണ് ചില ലക്ഷണങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞവയെല്ലാം ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഒരു സത്യം മനസ്സിലാക്കുക, മനുഷ്യന് ദൈവമില്ല. മനുഷ്യ ഹൃദയത്തിൽ ശക്തമായിട്ടും അവന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യേണ്ടതായ ദൈവത്തിന്റെ വാസം അവനിലില്ല. ഭാഗികമായിട്ട് നമുക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഉള്ളിന്റെ ഉള്ളിൽ പൊള്ളയായിട്ടാണ്, ശൂന്യമായിട്ടാണ് ഇന്നും കിടക്കുന്നത്. അതുകൊണ്ട് അവനിൽ ദൈവമില്ല. ഒരുപക്ഷെ ദൈവം ഇല്ലാതെയും കുറച്ചൊക്കെ ജീവിക്കാൻ കഴിയും കേട്ടോ. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ഇന്ധനം തീർന്നാൽ അല്പം കൂടെ വാഹനം മുമ്പോട്ട് പോകും. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാൻ വൈദ്യുതി ബന്ധം വിട്ടുപോയാൽ അല്പസമയം കൂടെ കറങ്ങി എന്ന് വരും കേട്ടോ. ഇന്ന് രാത്രിയിൽ പറയട്ടെ, ദൈവമില്ലാതെയും ദൈവിക ബന്ധം പുലർത്തി ജീവിച്ച മനുഷ്യ ആരംഭം കൊണ്ട് പറയട്ടെ, ദൈവിക ബന്ധം നഷ്ടപ്പെട്ടിട്ടും ഇത് അല്പനാളുകൂടെ മുമ്പോട്ട് പോകും. ബൈബിളിൽ ഒരു കഥാപാത്രത്തെ ഞാൻ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് പരിചയപ്പെടുത്താം. ദൈവിക സാന്നിധ്യത്തിന്റെ ആഴം കൊണ്ട്, അതിന്റെ ശക്തി കൊണ്ട് അസാധാരണമായ പ്രവൃത്തികൾ അനായാസേന ചെയ്ത് ഫെലിസ്തീനരുടെ പേടിസ്വപ്നമായി തീർന്ന സിംസോൻ എന്ന കഥാപാത്രം. നിങ്ങൾക്കറിയാം അവൻ ചെയ്ത പ്രവൃത്തികൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുന്നവർക്കറിയാം, ഒരു സുപ്രഭാതത്തിൽ പണ്ടുകാലത്ത് ചെയ്യുന്നത് പോലെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഇതാ സിംസോൻ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു കേസരിയെ പോലെ ദലീല എന്ന് പറയുന്ന ലോകത്തിന്റെ മടിയിൽ നിന്നും അവൻ ചാടി എഴുന്നേറ്റു. പക്ഷേ കഴിഞ്ഞില്ല. എന്താ കാര്യം? സ്വർണം കൊണ്ട് എഴുതേണ്ട ഒരു വാക്ക് അതിനകത്തുണ്ട്. ആ വാക്യത്തിലുണ്ട്, യഹോവ അവനെ വിട്ടുപോയി എന്നവൻ അറിഞ്ഞില്ല. നിങ്ങൾക്ക് ശാസ്ത്രമറിയാം, ഇതറിയാമോ പ്രിയപ്പെട്ടവരെ? സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളോട് പറയട്ടെ, പാടുന്നുണ്ട് നമ്മൾ, പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ, സാക്ഷിക്കുന്നുണ്ട് നമ്മൾ, പ്രസംഗിക്കുന്നുണ്ട് നമ്മൾ. നമ്മെ വിട്ടുപോയ ദൈവകൃപയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അവൻ വിട്ടുപോയിട്ട് നാളുകൾ എത്രയായി? ദൈവകൃപ നഷ്ടപ്പെട്ട ശേഷവും കേട്ടോ, മുഷ്ടി കൊണ്ടും തലച്ചോറ് കൊണ്ടും ജഡം കൊണ്ടും എന്തൊക്കെയോ ചെയ്യാമെന്ന് നമ്മൾ കുറെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഫലം ശൂന്യം. ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് ഈ നാട്ടുകാരോടും എന്റെ കൂട്ടുവിശ്വാസികളോട് ഓർപ്പിക്കട്ടെ, ഇടയിലില്ലാത്ത ആടിന്റെ സ്തുതി എത്രയോ ശോചനീയമാണ്. മനുഷ്യന് ദൈവമില്ല. ഒരിക്കൽ പക്ഷിമൃഗാദികളെ ഇഷ്ടമുള്ള ഒരു സ്ത്രീ ഒരു അക്വേറിയം സന്ദർശിച്ചു. ആ അക്വേറിയത്തിൽ മനോഹരമായ ഒരു പഞ്ചവർണ്ണ കിളിയെ കണ്ടു. ആ കിളിയെക്കുറിച്ച് ആ കടക്കാരൻ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. ഈ കിളി പാടുന്ന കിളിയാണ്, ആടുന്ന കിളിയാണ്, ഈ കിളി നല്ല ചന്തമുള്ള കിളിയാണ്, അതിനൊരു വിലയും പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ ഈ കിളിയുടെ പ്രത്യേകതകൾ കേട്ടിട്ട് കടക്കാരൻ പറഞ്ഞ വില കൊടുത്ത് കിളിയെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. അടുത്ത ദിവസം അവളുടെ മുഖം വാടി. അല്പം പരിഭവത്തോടുകൂടെ നേരം പുലർന്നപ്പോൾ അക്വേറിയത്തിൽ ചെന്ന് കടക്കാരനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ചതിച്ചു. നിങ്ങൾ പറഞ്ഞു ഈ കിളി ആടും പാടുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് കിളി ആടുന്നുമില്ല, പാടുന്നുമില്ല. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, മാഡം, ഈ കിളി പാടണമെങ്കിൽ ഈ കിളിയുടെ കൂട്ടിൽ നിങ്ങളൊരു ഊഞ്ഞാല് കെട്ടി കൊടുക്കണം, ഊഞ്ഞാല്. ആ ഊഞ്ഞാലിൽ ഇരുന്ന് ആടി കിളി പാടുമെന്ന് പറഞ്ഞു. ഓ അങ്ങനെയോ? അങ്ങനെ ആ മാഡം മടങ്ങി വന്നു, കൂട്ടിലൊരു ഊഞ്ഞാല് കെട്ടി കൊടുത്തു. ഊഞ്ഞാല് കെട്ടിയിട്ടും കിളി പാടുന്നില്ല. അല്പം കൂടെ പരിഭവത്തോടുകൂടെ, അല്പം ദേഷ്യത്തോടുകൂടെ വീണ്ടും കടക്കാരന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ കളിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഊഞ്ഞാല് മാത്രം പോരാ മാഡം, കൂട്ടിനകത്ത് ഊഞ്ഞാലിന്റെ നേരെ എതിർവശത്തൊരു കണ്ണാടിയും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഊഞ്ഞാലിലിരുന്ന് ആടുമ്പോൾ അതിന്റെ രൂപം കാണും, അപ്പോൾ അങ്ങ് പാടിക്കോളൂ എന്ന് പറഞ്ഞു. അവൾ മടങ്ങി വന്ന് ഊഞ്ഞാലും കെട്ടി കണ്ണാടിയും വെച്ചു കൊടുത്തു. ഊഞ്ഞാലുണ്ട്, കണ്ണാടിയുണ്ട്, ചായം തേച്ച കൂടുണ്ട്. കിളി പാടുന്നുമില്ല, ആടുന്നുമില്ല. അല്പം ദേഷ്യത്തോട് തന്നെ അടുത്ത പോക്ക് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ സമ്പൂർണമായും കളിപ്പിക്കുന്നു, കബളിപ്പിക്കുന്നു. കിളി ഒന്നും ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല. അപ്പോൾ കടക്കാരനൊരു സംശയം. കടക്കാരൻ ചോദിച്ചു, മേഡം, ഇത്രയും ആളുകളായിട്ട് നിങ്ങൾ അതിനെന്താ കൊടുത്തേ? അവർ പറഞ്ഞു, ഞാൻ ഊഞ്ഞാല് കെട്ടി കൊടുത്തു, ഞാൻ കണ്ണാടി വെച്ചു കൊടുത്തു, ചന്തമുള്ള കൂടുണ്ടാക്കി കൊടുത്തു. അതിരിക്കട്ടെ മേഡം, ഭക്ഷിക്കാൻ എന്ത് കൊടുത്തേ? അങ്ങനെയും ഉണ്ടോ?
കഥ അവിടെ നിൽക്കട്ടെ പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ ഇവിടെ കൂടുണ്ട്, ഊഞ്ഞാലുണ്ട്, കണ്ണാടിയുണ്ട്, സമ്പത്തുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, റബ്ബർ തോട്ടമുണ്ട്, കുടുംബമുണ്ട്, കൂട്ടുകാരുണ്ട്, രാഷ്ട്രീയ സ്വാധീനതയുണ്ട്, ഒരുപാട് ഉണ്ട്. നമുക്ക് വേണ്ടതായ ഒന്ന് മാത്രമില്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. കേട്ടോ, ദൈവ മനുഷ്യനില്ല. ദൈവമില്ലാതെ ബാക്കി എന്തൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും അത് ഉണ്ട് എന്ന് പറയുവാൻ നിവൃത്തിയില്ല. അത് അർത്ഥമില്ലാത്ത കാര്യമാണ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാകുന്നത് മറക്കരുത്, സൂക്ഷിക്കുക പ്രിയപ്പെട്ടവരെ. ഞാൻ മടങ്ങി വരുന്നു. ഉപമയിലെ ആടിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ഇടയനില്ലാത്ത ആട്.